ഈയിടെ വളരെ ഹൃദയഭേദകമായ ചങ്ക് തകർക്കുന്ന ഒരു വീഡിയോ ഞാൻ കാണുവാനിടയായി. നമ്മുടെ കോതമംഗലം ബിഷപ്പ് മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ ഏതോ ഒരു സ്ഥലം സന്ദർശിക്കുന്ന ഒരു രംഗമായിരുന്നു അത്. വളരെ സോംബർ, വളരെ ശോകമൂകമായ അന്തരീക്ഷം. ഞാൻ കരുതി വല്ല ഉരുൾ പൊട്ടുമോ, ഹൈറേഞ്ച് കോതമംഗലം ഹൈറേഞ്ചൊക്കെ അല്ലേ, അവിടെയുള്ളിടത്തും ഉരുൾ പൊട്ടിയല്ലോ, 10-20 ആൾക്കാർ മരിച്ച രംഗമായിരിക്കും, മരിച്ച് സീൻ കാണാൻ പോയതായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു. കാരണം അത്രയ്ക്ക് സോംബറായിട്ട് ഉള്ള ഒരു സീനായിരുന്നു അത്. നിങ്ങൾക്ക് കാണാം, ഇതാണ് ഞാൻ ആ പറഞ്ഞ സീന്. നോക്ക്, എത്ര ഇതോടുകൂടിയാണ് അദ്ദേഹം ഇങ്ങനെ ഇറങ്ങി വരുന്നത്. വളരെ ഗൗരവമായിട്ട് അവിടെ നോക്കുകയാണ്, എന്തൊക്കെയാണ് അവിടെ വീക്ഷിക്കുകയാണ്, എന്തൊക്കെയാണ് അവിടെ നടന്നത് എന്ന്. അവിടെ നടന്ന ദുരന്തം എന്ത് ദുരന്തമാണ് എന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. സുഹൃത്തുക്കളെ, അവിടെ നടന്ന ദുരന്തമൊന്നുമല്ല. അവിടെ ഈ കോതമംഗലം രൂപതക്കാർ അവിടുത്തെ ഏതോ ഒരു പള്ളിയിൽ ഒരു കുരിശ് നാട്ടിയത് സർക്കാർ പറിച്ചെടുത്ത് ദൂരെ കളഞ്ഞു, അത്രേ ഉള്ള കാര്യം. അപ്പോൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇതാണ്. ഈ അരമനയ്ക്ക് ആരോ, അല്ലെങ്കിൽ പള്ളിക്ക് ആരോ പണ്ട് കാലത്തൊരു നസാണി അച്ചായൻ കുറച്ച് ഭൂമി സംഭാവന ചെയ്ത്, ഈ ഭൂമിക്ക് പട്ടമില്ലാത്ത ഭൂമിയാണ്. എനിക്ക് തോന്നുന്നു ഈ അച്ചായൻ ഭയങ്കര സൂത്രക്കാരനായിരുന്നു. കാരണം പുള്ളി നോക്കിയപ്പോഴത്തേക്കും ഇത് പുറമ്പോക്ക് ഭൂമിയാണ്. അപ്പോൾ പുള്ളിയുടെ കയ്യിൽ ഇരുന്നുകൊണ്ട് കാര്യമില്ല, പുള്ളിക്ക് വിൽക്കാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പുള്ളി എന്ത് ചെയ്ത്, എന്നാൽ സംഭാവന കൊടുത്തേക്കാം. ഏത് മച്ചി പശുവിനെ ലേലം വിളിക്കാൻ കൊടുക്കുകയല്ലേ പള്ളിക്ക്, മച്ചി പശുവിനെ എന്ന് പറഞ്ഞ മാതിരി പുള്ളി എന്ത് ചെയ്ത്, പുള്ളി ഭൂമി ആർക്കും ഉപയോഗമില്ലാത്ത പുറമ്പോക്ക് പള്ളിക്ക് സംഭാവന കൊടുത്തു. അങ്ങനെ ഇദ്ദേഹം പരലോകം പ്രാപിച്ച് അദ്ദേഹം സ്വർഗത്തിൽ പോയി കാണും ഈ ഭൂമി സംഭാവന ചെയ്തുകൊണ്ട്. എനിവേ, അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ഉദ്ദേശം. എനിവേ, അത് കഴിഞ്ഞു ഇപ്പോൾ അവിടെ കൊണ്ടുപോയ ഒരു കുരിശ് നാട്ടി. ഈ പള്ളിക്കാരൊരു കുരിശ് നാട്ടി. ഇത് പുറമ്പോക്ക് ഭൂമിയാണ് എന്നെല്ലാവർക്കും അറിയാം. അവിടെ കറണ്ട് ഉണ്ടായിരുന്നു, വീട് നമ്പർ ഉണ്ടായിരുന്നു, റോഡ് ഉണ്ടായിരുന്നു, കെട്ടിടമുണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. അതൊന്നും കണ്ട് കാര്യമില്ല. പുറമ്പോക്ക് ഭൂമി സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ളതാണ്. അത് നിങ്ങൾ എന്ത് പറഞ്ഞാലും അതാണ് അതിൻ്റെ രീതി. കാരണം ഫോറസ്റ്റ് 700 മീറ്റർ ദൂരെയാണ് അവരുടെ അതിര് എന്ന് പറയുന്നു. ആയിരിക്കാം ഫോറസ്റ്റിൻ്റെ അതിര്, അതായിരിക്കാം. പക്ഷേ അത് കഴിഞ്ഞ് പ്രൈവറ്റ് ഭൂമി ഉണ്ടാകും, അത് കഴിഞ്ഞ് സർക്കാർ ഭൂമി ഉണ്ടാകാം. എനിക്ക് പണ്ട് കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു, ഒരു 17 ഏക്കർ തോട്ടം ഉണ്ടായിരുന്നു. ആ തോട്ടത്തിൻ്റെ ഒത്ത നടുക്ക് 1.5 ഏക്കർ സ്ഥലം പുറമ്പോക്കുണ്ടായിരുന്നു. ഗവൺമെൻറ് ഒന്നും ചെയ്യാൻ പറ്റില്ല, കാരണം എൻ്റെ സ്ഥലത്തിൻ്റെ ഒത്ത നടുക്കായിരുന്നു. സോ അത് ഞാൻ റബ്ബറൊക്കെ വെച്ച് അതിൻ്റെ അകത്ത് ഞാൻ റബ്ബർ വെച്ചിരുന്നു. ഒന്നും ചെയ്യാൻ പറ്റില്ല, കാരണം അത് ഗവൺമെൻറ് കൈയേറാൻ പറ്റില്ല. കാരണം എൻ്റെ വസ്തുവിൽ കൂടി വേണം വരുന്നത്, അവർക്ക് ആക്സസ് ഇല്ല എന്ന് പറഞ്ഞാൽ. പക്ഷേ ആ ഭൂമിക്ക് എനിക്ക് അവകാശമുണ്ടോ? ഇല്ല. അതിൻ്റെ കൈവശം ഇരിക്കുന്നു. എൻ്റെ ഭൂമിയാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു, അതുകൊണ്ട് എൻ്റെ കൈവശമാണ്. പക്ഷേ അതിന് ഞാൻ ടാക്സ് കൊടുക്കുന്നില്ല, അതെൻ്റെ അല്ല, എൻ്റെ ഉടമസ്ഥയിലല്ല. അത് കൊടുക്കാനുള്ള അവകാശം എനിക്കുണ്ടായിരുന്നില്ല. ഞാൻ വിറ്റപ്പോൾ എനിക്ക് പൈസ കിട്ടിയില്ല. എന്ന് പറഞ്ഞ പോലെ ഈ സ്ഥലം പുറമ്പോക്ക് ഭൂമിയായിരുന്നു. അവിടെയാണ് ഇവർ കൊണ്ടുവന്ന് കുരിശ് നാട്ടിയത്. എന്ത് കുരിശാണ് അവിടെ നാട്ടിയതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ക്ലാവക്കുരിശാണോ അത് നമ്മുടെ സാധാരണ കുരിശാണോ? കാരണം ക്ലാവക്കുരിശ് അവിടെ നാട്ടാൻ പറ്റുകയില്ല. കാരണം ക്ലാവക്കുരിശ് നാട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ താമര ഉണ്ടല്ലോ, ലോട്ടസ് താമര മണ്ണിൻ്റെ അടി പോകും. അപ്പോൾ അവിടെ നാട്ടണമെന്നുണ്ടെങ്കിൽ സാധാരണ കുരിശേ പറ്റുള്ളൂ, അതില്ലെങ്കിൽ കുഴിച്ചിടാൻ പറ്റുള്ളൂ. ഏതായാലും ഒരു കാര്യം വ്യക്തമാണ്, ഈ കൽദായർക്ക് ഈ കുരിശ് കൃഷി നടത്തിയിട്ട് യാതൊരു ലാഭമില്ല. പണ്ടറിയാലോ, ചങ്ങനാശ്ശേരിയിലെ ശകുനി അവിടെ പോയി, എവിടെയാണ് നമ്മുടെ നിലയ്ക്കൽ പോയി ഒരു കുരിശ് നട്ടു. അത് പുള്ളി ചേന നടുന്ന മാതിരി ഭൂമിയുടെ അടിയിലേക്കാണ് നട്ടത്. ചേന നടുന്ന പോലെ കുഴിച്ചു മൂടി കുരിശ്, പിന്നീട് തപ്പി പുറത്തെടുക്കാൻ വേണ്ടിയിട്ട്. അതേതായാലും പൊളിഞ്ഞുപോയി. പ്രശ്നമുണ്ടാക്കി അയാളുടെ തടി രക്ഷപ്പെടുത്തിയത് പാറേക്കാട്ടിൽ പിതാവാണ്. അല്ലെങ്കിൽ ശകുനിയുടെ ആപ്പീസ് അന്ന് ഹിന്ദുക്കൾ പൂട്ടിച്ചേനെ. അത് രക്ഷപ്പെടുത്തിയെടുത്തത് ഈ പാറേക്കാട്ടിൽ പിതാവാണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പം ഇങ്ങോട്ട് കൊണ്ടുവന്ന് താത്തിയത് ആരാ? ഈ മടത്തിക്കണ്ടത്തിൽ കൊണ്ടുവന്ന് താത്തിയത് സാധാരണ കുരിശാണ്. കാരണം കുഴിച്ചിടാൻ എളുപ്പം അതല്ലേ, കുഴിച്ചിടാൻ. ഈ താമര മണ്ണിൻ്റെ അടിയിൽ പോകുകയല്ലോ. അപ്പോൾ അത് കൊണ്ടുവന്ന് അതിൻ്റെ അടുത്ത് കുഴിച്ചിട്ടു. സർക്കാർ വന്ന് പറഞ്ഞ് ഇത് പുറമ്പോക്ക് ഭൂമിയാണ്, ഇത് നിങ്ങളുടെ ഉടമസ്ഥതയിലുള്ളതല്ല. അതിനടുത്ത് പറച്ച് ദൂരെ കളഞ്ഞ്. പിന്നെ ഞാൻ ചോദിക്കുന്നത് എന്താണ്, നമ്മുടെ പള്ളിക്കാർക്ക് ഈ കാണുന്നിടത്തും പിടിക്കുന്നിടത്തും ഈ കുരിശ് കൊണ്ടുവന്ന് കുഴിച്ചിട്ടുണ്ടെന്നുള്ള ഈ ആക്രാന്തം എന്താണ് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ലക്ഷ്യം ഒന്നേ ഉള്ളൂ, പൈസ. മിക്കവാറും ഈ തൊമ്മൻകുത്ത് എന്ന് പറയുന്ന സ്ഥലത്താണ് തൊമ്മൻകുത്ത്, അറിയാലോ. അവിടെ ഒരു ചെറിയ സ്ട്രീമുണ്ട്, ഒരു കാട്ടരുവിയുണ്ട്, ഒരു കാട് കുറുക്കം പോലും കയറാത്ത ഒരു സ്ഥലമാണ് ഈ സ്ഥലം എന്ന് പറയുന്നത്. അപ്പം മിക്കവാറും ഈ ഭൂപ്രദേശമായതുകൊണ്ട് ചിലപ്പോൾ ഒരു ചെറിയ മൊട്ടക്കുന്ന് കാണും. ആ മൊട്ടക്കുന്നുണ്ടെങ്കിൽ ഒരു ചെറിയ കുരിശുമല സ്ഥാപിക്കാം. 14 സ്ഥലങ്ങളായിട്ട് കുരിശുമല സ്ഥാപിക്കാം എന്നുള്ളതായിരിക്കണം അവരുടെ പ്ലാന്. കാരണം ഈ കോതമംഗലത്തുകാർക്ക് ഭയങ്കര ചൊരുക്കുണ്ട്, അസൂയുണ്ട് നമ്മുടെ മലയാറ്റൂരിനോട്. അതൊരു കത്തനാർ പറഞ്ഞിട്ടുണ്ട്, അതിനെപ്പറ്റി ഞാനൊരു വീഡിയോ ഞാൻ ഉടനെ ഇടുന്നുണ്ട്. മലയാറ്റൂർ പോകരുതെന്ന് പറഞ്ഞ എല്ലാവരും. അപ്പോൾ ഇങ്ങനൊരു ഉദ്ദേശം ഒരു വട്ടം ഒരു ചെറിയ കുരിശുമല തട്ടിക്കൂട്ടി ഒപ്പിക്കുക എന്നുള്ളതായിരിക്കണം എന്ന് ഞാൻ സംശയിക്കുകയാണ്.
അതുകൊണ്ടായിരിക്കും സർക്കാർ ഈ കുരിശ് പറിച്ചപ്പോഴത്തേക്കും ഇയാളുടെ ഈ മെത്രാൻ്റെ ഹൃദയം പറിച്ചുകൊണ്ട ഒരു ഫീലിംഗ് അദ്ദേഹത്തിന് ഉണ്ടായത്. ഞാൻ പറയുകയാണ്, നമ്മളുടെ നാട്ടിൽ ഈ കാണുന്നിടത്തും തൊടണിടത്തൊക്കെ കുരിശ് നാട്ടുക, ഒരു ജംഗ്ഷൻ ഉണ്ടെങ്കിൽ അവിടെ കപ്പേള തല്ലി കൂട്ടുക, ഇതൊക്കെ എവിടുത്തെ സംസ്കാരമാണ്? ഇത് ലോകത്തിലൊരു സ്ഥലത്തും ഇല്ല. ഇപ്പോൾ അമേരിക്ക അല്ലെങ്കിൽ ഇറ്റലി അല്ലെങ്കിൽ യൂറോപ്പ് എവിടെയെങ്കിലും എടുക്കുക, ഏത് രാജ്യങ്ങൾ വേണമെങ്കിലും എടുക്കുക. ഓക്കെ, ഈ രാജ്യങ്ങളിലൊന്നും ഒരിടവകപ്പള്ളി ഉണ്ട് എന്നുള്ളതല്ലാതെ ഇടവപ്പള്ളിക്ക് ചുറ്റും 4 മൂലയ്ക്കയും 4 നാൽക്കവലയ്ക്കൊന്നും കപ്പേളയും ചാപ്പലൊന്നുമില്ല. ഈ കപ്പേളകൾ സ്ഥാപിക്കുന്നതിന് ഒറ്റയ്ക്കൊരു ഉദ്ദേശമുള്ളൂ, പൈസ സമ്പാദിക്കുക, പൈസ ഉണ്ടാക്കുക. പിച്ചക്കാരെ ഈ പാവപ്പെട്ടവൻ്റെ പൈസ അവിടെ കൊണ്ടു നേരത്തെ വരണം, ഇവിടെ കൊണ്ടു നേരത്തെ വരണം, ഇവിടെ കൊണ്ടു നേരത്തെ വരണം, ആ പുണ്യം ഈ പുണ്യം എന്നും പറഞ്ഞ് അവിടെ കൊണ്ടു വിടണം. അത്രേ ഉള്ളൂ കാര്യം, മനസ്സിലായില്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു തരികടയായിരുന്നു അത്. ഇവിടെ ഏതായാലും നടന്നില്ല. തൊമ്മൻകുത്തിൽ സർക്കാർ വന്ന് ഇയാളുടെ കുരിശൂരി കളഞ്ഞു കഴിയുമ്പോഴത്തേക്കും ആ പരിപാടി തീർന്നു. ഉള്ളതും കൂടി കയ്യിൽ നിന്ന് പോയി. അടങ്ങിയിരുന്നു എന്നൊരിക്കൽ ആ ഭൂമി, എന്തോ ഒരു ഭൂമി ഉണ്ടായിരുന്നു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. ആ ഭൂമി അത് രൂപതയുടെ കയ്യിലിരുന്നേനെ. അവിടെ പോയി ഇയാൾ കുരിശ് നട്ടാൻ പോയതോടുകൂടി ഉള്ള കഞ്ഞിയിലും കൂടി പാറ്റയടിച്ച് കളഞ്ഞു. അത്രയാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇതിൻ്റെയൊക്കെ ഉദ്ദേശത്തിലേ ഉള്ളൂ ഞാൻ പറഞ്ഞ മാതിരി. സോ അത് ഗവൺമെൻറ് ഏതായാലും അത് ചെയ്തത് കേരളത്തിലെ സീറോ മലബാർ വിശ്വാസികൾക്കും പാവപ്പെട്ട തൊടുപുഴയിലെ അല്ലെങ്കിൽ തൊമ്മൻകുത്തിലെ പാവപ്പെട്ട ജനങ്ങൾക്കും സർക്കാർ വലിയൊരു സഹായമാണ് ഇതുകൊണ്ട് ചെയ്തത്. ഒന്നാലോചിച്ച് നോക്കിയേ, തൊമ്മൻകുത്തിലെ കാട് ഒരു മനുഷ്യനവിടെ ആനയും കടുവയുള്ള സ്ഥലമാണത്. ഞാൻ പോയിട്ടുണ്ട് 5-8 വർഷം മുമ്പ്. അവിടെ എന്ന് വെച്ചാൽ ഒരു മനുഷ്യനുണ്ടാവില്ലായിരുന്നു. ഒരു കാട്ടരുവി പോകുന്നുണ്ട്, അതിൻ്റെ സൈഡിൽ കൂടെ ഒരു വാക്കിംഗ് വഴിയുണ്ട്. അത് മാത്രമായിരുന്നു അവിടെ 1-2 ചില്ലറ വെള്ളച്ചാട്ടങ്ങളും ഉണ്ട്. ഒരു കാട്ടരുവി. അതിപ്പോൾ അതല്ല, ഇപ്പം അത് മാറി. ഇപ്പം അത് മാറിയിട്ട് അവിടെ കിടക്കണം. ഇപ്പം അവിടെ പോകണമെന്നുണ്ടെങ്കിൽ പൈസ കൊടുക്കണം. പാർക്കിങ്ങിന് പൈസ കൊടുക്കണം. അപ്പോൾ അങ്ങനെ അതിപ്പോൾ ഗവൺമെൻറ് ചെയ്യും. ഗവൺമെൻറ് ഇതുപോലെ തന്നെ 2 തുള്ളി കണ്ണീർ എവിടെ നിന്ന് 2 തുള്ളി വെള്ളം എവിടെയെങ്കിലും വീടുന്നുണ്ടെങ്കിൽ അത് വെള്ളച്ചാട്ടമാക്കും. എന്തെങ്കിലും അവിടെ ഒരു ചെറിയ സംഗതി ഉണ്ടെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് അത് പണം പിരിക്കാനുള്ള ഒരു മാർഗമാക്കി അത് മാറ്റുകയാണ്. അതുപോലെ തന്നെ കോടനാട് അതൊന്നും കോടനാടില്ല, ആന പരിശീലന കേന്ദ്രം, അതൊന്നും പണ്ട് ഒരു ടിക്കറ്റും ഉണ്ടായിരുന്നില്ല, പ്രവേശന ഫീസും ഉണ്ടായിരുന്നില്ല, ആർക്ക് വേണമെങ്കിലും പോകാമായിരുന്നു. ഇപ്പം അവിടെയും അതുപോലെ തന്നെ ഇതായി, ഈ ഫീസായി. അപ്പോൾ അതുള്ള സ്ഥലങ്ങൾ. അതുപോലെ തന്നെ അതിരപ്പള്ളി, ഈ കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പ് വരെ അതിരപ്പള്ളി വെള്ളച്ചാട്ടം കാണാനായിട്ട് ആർക്ക് വേണമെങ്കിലും ഇറങ്ങി പോകാമായിരുന്നു. അവിടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അവർ അതിനും ചാർജ് വെച്ചു. അപ്പോൾ സർക്കാർ എല്ലാ രീതിയിലും മനുഷ്യനെ ഏത് രീതിയിലും ആ ഫീസ്, ഈ ഫീസ്, ആ പ്രവേശന ഫീസ് എന്നും പറഞ്ഞ് പൈസ പിരിക്കുകയാണ്. എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് നമ്മുടെ സഭയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സഭ മാത്രമല്ല, ക്രൈസ്തവ സഭ എല്ലാം ചെയ്യുന്നത് തന്നെയാണ്. ഏത് രീതിയിലും അവർക്ക് പാവപ്പെട്ട ജനങ്ങളുടെ പോക്കറ്റിലിരിക്കുന്ന പൈസ എങ്ങനെ നമ്മുടെ നേർച്ചപ്പെട്ടിയിലാക്കാമെന്നുള്ള ശ്രമമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനുള്ള എല്ലാ വഴികളും അവർ നോക്കുന്നുണ്ട്. അതിന് കുരിശുപള്ളി സ്ഥാപിക്കും, കുരിശുമല സ്ഥാപിക്കും. ഇത് പറയുമ്പോഴത്തേക്ക് ഞാൻ ഒരു കാര്യം ഓർക്കട്ടെ കേട്ടോ. അപ്പോൾ എനിക്കറിയാവുന്ന ഒരു അച്ഛനുണ്ട്, ആരാണെന്ന് ഞാൻ പറയുന്നില്ല. ആ അച്ഛൻ നമ്മുടെ കോടനാട് പള്ളിയിൽ ഇരിക്കുമ്പോഴത്തേക്ക് ഒരു 10-40 വർഷം മുമ്പാണ് ഞാൻ അമേരിക്കയിലേക്ക് വന്ന കാലം. അന്ന് പുള്ളിക്കാരൻ അവിടെ ചെന്ന് കോടനാട് ചെന്ന് കഴിയുമ്പോഴത്തേക്കും പുള്ളിക്കാർ ഐഡിയ, അവിടെ ഒരു ചെറിയ മൊട്ടക്കുന്നുണ്ട് അവിടെ അടുത്ത്. അപ്പോൾ പുള്ളിക്കാർ ഐഡിയ, ഇവിടെ ഒരു കുരിശുമല തുടങ്ങിയാലോ എന്ത്, ഏത് മലയാറ്റൂർ അതിനപ്പം കിടക്കുന്ന വലിയ ഒടുക്കത്തെ കുരിശുമല കിടക്കണം. അതുപോലെ ആ പുഴയ്ക്കക്കരെ കോടനാട് അവർക്ക് ഈ മൊട്ടക്കുന്നിൽ പുള്ളിക്ക് ഒരു കുരിശുമല പണിയണം. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, ജോസേ ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട്, അപ്പം നീ അതിന് ഉദാരമായിട്ട് സംഭാവന ചെയ്യണം. അതായത് ഉദാരമായിട്ട് നല്ലൊരു സംഭാവന നീ തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്ക് ഇഷ്ടമുള്ള 14 സ്ഥലത്തിൽ നിനക്ക് ഇഷ്ടമുള്ള ഒരു സ്ഥലം നിൻ്റെ പേരിലാക്കാം, നിൻ്റെ പേരൊക്കെ എഴുതി വെച്ച് ഡൊണേറ്റഡ് ബൈ. ഞാൻ പറഞ്ഞാൽ എൻ്റെ പൊന്നച്ച ഞാനില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മലയാറ്റൂരിൽ സെൻറ്റ് തോമസിൻ്റെ ഒറിജിനൽ മല കയറ്റം കിടക്കുന്ന കുരിശുമല കിടക്കുമ്പോഴത്തേക്കും അച്ഛൻ അതിൻ്റെ തോടിനൊക്കെ കൊണ്ടുവന്ന് ഈ തട്ടിക്കൂട്ട് കുരിശുമല പ്രസ്ഥാനം തുടങ്ങാനായിട്ട് എൻ്റെ സപ്പോർട്ട് കിട്ടില്ല, എന്നെ എൻ്റെ ഒഴിവാക്കരുതെന്ന് പറഞ്ഞു. കുരുത്തം പോലെ അത് ചീറ്റിപ്പോയി. അവിടെ കുരിശുമല വന്നില്ല, ചീറ്റിപ്പോയി. അങ്ങനെ ഒരു സംഭവമുണ്ട്. അച്ഛനാരാന്ന് ഞാൻ പറയാമല്ലോ, എൻ്റെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും അറിയും, ഞാൻ പറയുന്നില്ല. എനിവേ അങ്ങനെയൊക്കെയാണ് നമ്മുടെ നാട്ടിലെ അവസ്ഥ. താങ്ക് യു വെരി മച്ച്.